യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ റഹീമേ ലക യാ കരീമേ ലക യാ റബ്ബേ സ്തുതികൾ ലക യാ റബ്ബേ സ്തുതികൾ ലക യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം. മൂപ്പർക്ക് മുന്നേക്ക് വരാനുള്ള ആളാ, ഒരു വഴി കൊടുത്താളി മൂപ്പർക്ക്. അൽഹംദുലില്ലാഹ്. നിന്റെ നബിയിൽ സ്വലാത്തും സലാമും ചൊരിക്ക്, നിന്റെ നബി ഹഖാൽ ഞങ്ങളിൽ വിജയം നിറക്ക്. നിന്റെ നബിയിൽ സ്വലാത്തും സലാമും ചൊരിക്ക്, നിന്റെ നബി ഹഖാൽ ഞങ്ങളിൽ വിജയം നിറക്ക്. അവരെ തുണയും നീ ഞങ്ങളിലാക്ക്, അവരെ ഹഖാൽ നീ വിജയമാക്ക്. യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം. ബദ്രീങ്ങൾ ഉഹദീങ്ങൾ സ്വഹാബികളാൽ ബഹുബമ്പർ കടലുണ്ടി സയ്യിദവരാൽ. ബദ്രീങ്ങൾ ഉഹദീങ്ങൾ സ്വഹാബികളാൽ ബഹുബമ്പരം ജമലുൽ ലൈലി അവരാലി. ഷാഇർ മുസ്തഫയിൽ ഇറയോനെ തുണക്ക് എന്നിൽ. യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം. മമ്പുറം തന്നിൽ മറൈന്തുള്ള സയ്യിദ് അലവി, മന്നവനിലെ കടുത്തുള്ള വലിയ അലവി. മമ്പുറം തന്നിൽ മറൈന്തുള്ള സയ്യിദ് അലവി, മന്നവനിലെ കടുത്തുള്ള വലിയ അലവി. സായിരീന സ്വാലിഹീങ്ങളാൽ സമദ് നിൻ തുണ നാങ്കളിൽ. യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് റസൂലേ സലാം യാ മുഹമ്മദ്. സുബഹി നിസ്കാരത്തിൽ ഒരു വട്ടം നമ്മൾ സലാം പറയല് നമുക്ക് നിർബന്ധമാണ്, റസൂലുള്ളാഹിക്ക് സലാം പറയണം. ളുഹർ നിസ്കാരത്തിൽ 2 വട്ടം സലാം പറയണം. അപ്പൊ എത്രയായി കണക്കൂട്ടിക്കോളി. അസർ നിസ്കാരത്തിൽ 2 വട്ടം സലാം പറയണം. മഗ്രിബ് നിസ്കാരത്തിൽ 2 വട്ടം സലാം പറയണം. ഇശാ നിസ്കാരത്തിൽ 2 വട്ടം സലാം പറയണം. അത് നിർബന്ധമാണ്, ഫർദാണ്. അപ്പൊ എത്ര വട്ടായി? 9 വട്ടം അല്ലേ? 5 വഖത്തിലും കൂടി സുബഹിക്ക് ഒറ്റ അത്തഹിയ്യാത്തുള്ളൂ അല്ലേ?
നമ്മളിങ്ങനെ സലാം പറയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് പറയുമ്പോൾ നല്ലോണം ചിന്തിക്കണം. ഖൽബിൽ, എൻ്റെ ഖൽബിലും നിങ്ങളെ ഹൃദയത്തിലും എൻ്റെ ഹൃദയത്തിലും ആരെപ്പറ്റി ചിന്ത വേണം? റസൂലുള്ളാഹിനെ പറ്റി ചിന്ത വേണം. ആർക്കാണ് സലാം പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഒരുപാട് മുഅ്മിനീങ്ങൾ വന്നിട്ടുണ്ട്. റബ്ബേ, എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സലാം പറയുന്നുണ്ട്. ഇവരെ കൂട്ടത്തിൽ, ഈ വന്ന മനുഷ്യന്മാരെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുണ്ടാകും. ഈ മജ്ലിസിൽ റഹ്മത്തിന്റെ മലായിക്കത്തുണ്ട്. ഈ മജ്ലിസിൽ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ ജിന്നുകളുണ്ട്. നീ പൊരുത്തപ്പെട്ട മഹാന്മാരെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനേ. ലൈലത്തുൽ ഖദ്റിന്റെ ബറക്കത്ത് കിട്ടിയ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മവാപ്പമാരെയും ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ വെറുതെ നിരാശരായി മടങ്ങുന്ന കോലത്തിലാക്കരുതേ അല്ലാഹ്. ഈ മജ്ലിസിൽ വന്ന ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ, അല്ലെങ്കിൽ നല്ല ജിന്നിന്റെ, അല്ലെങ്കിൽ ഒരു മലക്കിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനേ. ആമീൻ. റമദാനിലാണ് ബദരീങ്ങൾ യുദ്ധം ചെയ്ത് ഷഹീദായത്. ഷഹീദായവർ എത്ര ആൾക്കാരുള്ളത്? ഇടയ്ക്ക് ഞാനിങ്ങനെ ചോദിക്കും. അപ്പം നിങ്ങൾ ഉത്തരം പറഞ്ഞ് പരിശോധിക്കലൊന്നും എൻ്റെ ആവശ്യമല്ല. നിങ്ങൾ ഉറക്കം വരാതിരിക്കലാണ്. ഇവിടെ ചൂടുണ്ടായിട്ട് ഉറക്കം വരും, അങ്ങനെ ചിലപ്പോൾ ഉറക്കം വരും. എത്ര ശുഹദാക്കൾ ബദറിൽ ഷഹീദായി? 14 ശുഹദാക്കൾ. കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? ആ 14 ശുഹദാക്കളെ കൈപിടിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. 14 ശുഹദാക്കളെ പേരാണ് പറയാൻ പോണത്. എന്ത്? ബിമനുഷ്ഹിദു ബിഉബൈദതി വബിമിഹ്ജഇൻ വമുഅവ്വി റളിയല്ലാഹു ജല്ലണം. ബിമനുഷ്ഹിദു ബിഉബൈദതി വബിമിഹ്ജഇൻ വമുഅവ്വിദിൻ വകദാ ബിസഫ്വാനിൻ മഇ ഔഫി വസഅദിൻ ثم يزيد الأشجعي عنهم رضا قدوس منك إلهنا عجل بفتح منك يا رحماننا وبذي الشمالين الجري وعميرهم نجل الحمام وحارثة وعميرهم وبرافع وبعاقل بن بكيرهم عنهم رضاؤك يا سلام إلهنا عجل بفتح منك يا رحماننا. 13 മഹാന്മാരെ പേര് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ആ ബൈത്തിൽ ശൈഖുന മരക്കാര് ഉസ്താദ് നാലകത്ത് മരക്കാര് മുസ്ലിയാർ നമ്മൾക്ക് ചൊല്ലിത്തന്ന ബൈത്താണത്. ആ ബൈത്തിൽ 13 ശുഹദാക്കളെ പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞു. 14ാമത്തെ ഷഹീദിന്റെ പേരെന്താണ്? അവരെ ആ ബൈത്തിൽ പറയുന്ന 14ാമത്തെ ഷഹീദിന്റെ പേരാണ് മുബശ്ശിർ റളിയല്ലാഹു അൻഹു. മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ അൽ ഔസി റളിയല്ലാഹു അൻഹു. ബിമുബശ്ശിരിൻ ഖദ് സാറ കുല്ലും മുശ്ഹദാ وبحمزة عم النبي وأسعدا وبزيد المتلو مولى أحمد يا مؤمن ارضى عن الجميع إلهنا عجل بفتح منك يا رحماننا. إن جواب رنورك جلام يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا يا أهل أحد جل يا أهل أحد كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا
അജിൽ ബിഫത്ഹിൻ മിൻക യാ റഹ്മാനനാ യാ സാദത്തൽ ബദ്രി സലാമു അലൈക്കും. തിരൂരങ്ങാടി ബാപ്പുസ്താദിന്റെ വരികളാണ് ഇനി ചെല്ലാൻ പോണ വരികൾ. യാ സാദത്തൽ ബദ്രി സലാമു അലൈക്കും നർജുൽ ഖിയാസ വനഹ്തമി ബിഹിമാക്കും മുസ്തൈഖിനീന ബിഫദ്ലിക്കും വഉലാക്കും ഫതഖബ്ബലൂ ബിറിദാക്കും റളിയല്ലാഹു അൻകും വസിദ് ഇർഫാനനാ യാ അല്ലാഹ്. ബൈത്തിന്റെ ജവാബ് അറിയുന്നവർക്ക് ചൊല്ലാം. അമീന യാ റബ്ബസ് സമായ അല്ലാഹ് യാ അഹ്ല ബദ്രിൻ ഇന്നകും ഖസ്സല്ലാഹ് യാകും ബിമറാത്തിബിൻ ഇൻദല്ലാഹ് ഫലഖദ് അതൈനാ ബാബകും റളിയല്ലാഹു അൻകും വഖല്ലിസ്നാ ബിഹിം യാ അല്ലാഹ്. ബദറിന്റെ പടക്കളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ റമദാനിൽ ഈ ചെരൂര് പള്ളിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, കേട്ടവർക്ക് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഷോർട്ട് പറയാണ്. അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കാൻ ഇസ്ലാം ആകുന്ന ആദർശത്തിനെ ഇല്ലാതാക്കലാണ് അബൂജഹലിന്റെ ലക്ഷ്യം, മക്കത്തുള്ള മുശ്രിക്കീങ്ങളുടെ ലക്ഷ്യം. ആ മുശ്രിക്കീങ്ങൾ അങ്ങനെ വന്നു. എവിടേക്ക് വന്നു? ബദറിലേക്ക് വന്നു. അല്ലേ? ഇസ്ലാമിനെ ഊതിക്കെടുത്തൽ ആര് ശ്രമിച്ചിട്ടും നടക്കുന്ന സംഗതിയല്ല. ആര് ശ്രമിച്ചിട്ടും അത് നടന്നിട്ടില്ല. നടന്ന സംഗതിയല്ല അത്. നമ്മൾ പറഞ്ഞത് ബദരീങ്ങളെ അടിച്ചമർത്തിയിട്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ആര് വന്നത്? മുശ്രിക്കീങ്ങൾ വന്നത്. അവർക്ക് ഉറപ്പാ, അബൂജഹലിന് ഉറപ്പാണെന്ത്? ജയിക്കുന്നുള്ളത്. ഞങ്ങൾ ജയിക്കുന്ന ഉറപ്പാണ്, ഒരു സംശയവുമില്ല. മുശ്രിക്കീങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ ശത്രുക്കളെ പറ്റി മുശ്രിക്കീങ്ങൾ എന്നപ്പോ ഞാൻ പറയണത്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ആർക്കും തിരിയാതെ കണ്ട. മുശ്രിക്കീങ്ങൾ പറഞ്ഞാൽ ആരാന്ന് കുട്ടിയെ മനസ്സിലായില്ലേ? എല്ലാ കുട്ടിയേക്കും തിരി. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കളാണ്. അവര് വന്നു. പുറത്തേട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയലുണ്ട് ലിബാസ് ചമൈന്ത് പുതുമാ ഹസബിട്ട് കൽബൈത്ത് ഹരീറുമുടുത്തിടവേ. പിന്നെ പറയും, നമ്മൾ നാളിശ്ശേരി എന്ന സ്ഥലമുണ്ട് ആലത്തിയൂരിന്റെ കിഴക്ക് ഭാഗത്ത്. അവിടെ പലവട്ടം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു പ്രാവശ്യം അവിടെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പുറപ്പേട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയലും ലിബാസ് ചമൈന്ത് പുതുമാ ഹസബിട്ട് കൽബൈത്ത് ഹരീറുമുടുത്തിടവേ. മികമികവായ പാട്ടുകളാൽ ഉള്ള മേൽമച്ചാട്ടകളും ആരൈനാട ചോട്ടികളും പല്ലപ്പണ്ണി പൊതുവായി എടുത്തൊരു ഹാത്തമ്പിരൽക്ക് പതിത്തിടലായി. പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ പൊങ്കിയളുണ്ട്. മോയിൻകുട്ടി വൈദ്യരെ ബദർപാട്ടാണ്. ഈ മോയിൻകുട്ടി വൈദ്യരെ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിലെ മലബാറിലെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിലും അറിഞ്ഞിരുന്ന ഒരു പാട്ടാണ്. ബ്രിട്ടീഷുകാരോട് പടവരുതാൻ നേതൃത്വം കൊടുത്തപ്പോൾ, ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ആലി മുസ്ലിയാര് ബദരീങ്ങളെ ചരിത്രം പറഞ്ഞിട്ടാണ് ജനങ്ങളെ, മുസ്ലിമീങ്ങളെ, പടയാളികളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ ആവേശഭരിതരാക്കിയത്. എന്ത് പാടിയിട്ടാ? ബദരീങ്ങളെ ചരിത്രം പാടിയിട്ടാണ്. അപ്പൊ നമുക്കിത് മറക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബദരീങ്ങളെ ചരിത്രം നമ്മൾ മറക്കൂല. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ. അതുവരെ മറക്കൂല. നമ്മൾ മറക്കാതിരിക്കാൻ, അവരെ ഓർക്കാൻ, കൂടുതൽ പഠിക്കാൻ, കൂടുതൽ അവരോട് ഓരോ ദിവസം കഴിയുമ്പോൾ, എല്ലാ ദിവസം കഴിയുമ്പോഴും നമുക്ക് ആദരവ് വർദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ ആ ബദരീങ്ങളോട് എതിർക്കാനാണ് ആര് വന്നത്? അബൂജഹൽ വന്നത്. അപ്പോൾ നേരെ ആദ്യം ഉണ്ടായത് ആ ഹൗദിൽ നിന്ന്, റസൂലുള്ളാഹിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വരികയാണ്. അല്ലേ?
അപ്പൊ ആദ്യത്തിൽ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാരാ? ഓർമ്മണ്ടങ്ങൾക്ക് അസ്വദ് എന്ന് കുറെ ആൾക്കാർ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ അസ്വദ് കുടിക്കണതിന്റെ മുമ്പ് ഒരു ചങ്ങായി വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പ് അതാരാ? അണ്ട് പുനറാവി ഉരൈക്കണ്ടർ നബിയാരഹൗ നിണ്ട് ജലം മുക്കുവദീനായി അന്ത ഖുറൈശോർ ചിലരും മുന്തിടൈ ഹക്കീമുമേ ചുഗന്ധം നെടിൽ ഏറി നടുവായി. അണ്ട് പുനറാവി ഉരൈ റാവി പറയുന്നു, കെണ്ടർ നബിയാര ഹൗദിന്റെ ജലം മുക്കുവതിനായി നമ്മൾ എന്തായാലും മുഹമ്മദിന്റെ തലയെടുക്കൂ, അങ്ങനെ ആക്കുന്നു വലിയ കിബർ പറഞ്ഞിട്ട് വന്ന ആളാണ് അബൂജഹൽ. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഹുബുൽ എന്ന് പറയുന്ന വലിയ പടച്ചോന്റെ സഹായത്തിനാൽ മുഹമ്മദിന്റെ തലയെടുക്കും. മുഹമ്മദിന്റെ തലമ്മല് നിന്റെ ഒട്ടകത്തിന്റെ കാല് കൊണ്ട് ചവിട്ടി അരക്കാതെ ഞാൻ എന്റെ പെണ്ണുങ്ങളെ കൂടെ കിടന്നുറങ്ങൂല എന്ന് പറഞ്ഞ ആളാണ് ആരാ? അബൂജഹൽ. മൂപ്പര് കിടന്നുറങ്ങിയില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്. മൂപ്പർക്ക് ആ സുഖം കിട്ടൂല. വേറെന്താ ഉണ്ടാകുക? വേറൊരു അലക്കി സംഭവിക്കാൻ പോണില്ല. അങ്ങനൊക്കെ വലിയ ബടായി പറഞ്ഞ് അവർക്ക് ഉറപ്പാ ഞങ്ങൾ ജയിക്കുന്നു. കാരണം എന്താ? കിതാബുകളിൽ പറയുന്നു, മുശ്രിക്കീങ്ങളുടെ കയ്യിൽ 600 പടക്കുപ്പായം ഉണ്ട്. ശത്രുവിന്റെ വെട്ടും തട്ടും കുന്തത്തിന്റെ കുത്തൊക്കെ തടുക്കാനുള്ള ഇരുമ്പിന്റെ പടയെങ്കിൽ എത്രണ്ണുണ്ട്? 600 ബദരീങ്ങളെ കയ്യിൽ എത്രയാ പടയെങ്കിലുള്ളത്? 600 ഉണ്ടോ? ഇല്ല. 100 ഉണ്ടോ? ഇല്ല. 50 ഉണ്ടോ? ഇല്ല. 25 ഉണ്ടോ? ഇല്ല. ശത്രുവിന്റെ വെട്ടും തട്ടും തടുക്കാനുള്ള പടക്കുപ്പായം പടയെങ്കിൽ സ്വഹാബത്തിന്റെ കയ്യിൽ, ബദരീങ്ങളെ കയ്യിൽ എത്രയുള്ളത്? 9. മാഷാ അല്ലാഹ്. നിങ്ങള് ബദരീങ്ങളെ ചരിത്രം നന്നോ കേൾക്കലുണ്ടല്ലേ? യൂട്യൂബിൽ കേൾക്കണല്ലേ? അല്ലാതെയും കേൾക്കലുണ്ട്. അൽഹംദുലില്ലാഹ്. നിങ്ങളെ പേരെന്താ? നിങ്ങൾ മാത്രമാണ് ഇപ്പൊ 9 എന്ന് പറഞ്ഞത് ഞാൻ കേട്ടത്. വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മുഹമ്മദ് എന്നുള്ള ഒച്ച അങ്ങനെ ഉഷാറിലുണ്ട് വരുമ്പോ കേൾക്കണവർക്കും നല്ലതാ, ഉറങ്ങണവർക്കും നല്ലതാ. വരെ ഉറക്കൊക്കെയാണ് പോകും. മുഹമ്മദ് ഒരു സുഖമുള്ള ഒച്ച കേൾക്കാൻ തന്നെ ഒരു മ്യൂസിക്കൽ ആൽഫബറ്റ് ആണ് അല്ലേ? അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. നിങ്ങളുടെ പേര് മുഹമ്മദ് എന്ന് പറയാതെ മുഹമ്മദ് എന്ന് പറയുമ്പോ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة. അല്ലാഹ് റസൂലുള്ളാഹിന്റെ പേരാണ് ആർക്കിട്ടത്? ഈ കുട്ടിക്കിട്ടത് അവരെ വാപ്പ അല്ലെങ്കിൽ അവരെ ഉമ്മ. പടച്ചോനെ, ഈ കുട്ടിക്ക് ആ പേരിട്ട രക്ഷിതാവിനെ അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ കൂടെ ആ രക്ഷിതാവിനെയും ഈ പേരിടപ്പെട്ട കുട്ടിനെ, ഈ ഇരിക്കണ കുട്ടിയാണ് ആ കുട്ടി, ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ ഉമ്മവാപ്പമാരെ കൂടെ സ്വർഗത്തിലാക്കണേ അല്ലാഹ്. ഈ ഇരിക്കണ കുട്ടിയാണ് ആ കുട്ടി. പറഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് കുറെ ആൾക്കാർ പാളി വെക്കുന്നുണ്ട്. അതായത് മൂപ്പരെ പേരിട്ട് അന്ന് കുട്ടിയായിരുന്നു അർത്ഥം. ഇപ്പം കുട്ടിയല്ല. ഏത് കുട്ടി വെച്ചിട്ട് ഇപ്പം അത്ര വലിയ ചെറിയ കുട്ടി വെച്ചിട്ട് അപ്പം നോക്കണത്. അന്ന് ചെറിയ കുട്ടി എന്നാ പറഞ്ഞതിന്റെ വായന. ഇപ്പൊ മൂപ്പർക്ക് വയസ്സൊരുപാടായി, ഇന്നേക്കാളൊക്കെ പ്രായം ഉണ്ടായി. അൽഹംദുലില്ലാഹ്. ഇനി ഒരുപാട് പ്രായം ബറക്കത്തോടു കൂടി അള്ളാഹിന്റെ ത്വാഅത്തിൽ ജീവിക്കാൻ അവർക്കും നമുക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ 9 പടക്കുപ്പായം മാത്രമാണ് ആരെ കയ്യിലുള്ളത്? സഹാബത്തിന്റെ കയ്യിലല്ലേ? അദദ് ദുറൂഇ ഉണ്ട് 9. ദർഇ എന്നുള്ളതിന്റെ ബഹുവചനാണല്ലോ ദുറൂഇ അല്ലേ? അദദ് ദുറൂഉണ്ട് ഒരു ഖൗലിലാ രണ്ടും
അതിൽ മീകും ദാത്തുൽ ഫുദൂൽ അത് നബി പൂണ്ടേ അവരിലെ അടവസുയൂഫേട്ടുണ്ട് തിസ്അരിമാഹും അടവ സുയൂഫി 8 ഉണ്ട്. ആകുള്ളത് 8 വാളാണ്. 9 കുന്തം കഴിഞ്ഞു. എന്നാ ശത്രുക്കളെ കയ്യിൽ എത്രണ്ട്? 600 പടക്കുപ്പായം. 700 ഒട്ടകം. ആരെ കയ്യില്? അബൂജാലിന്റെ കയ്യിൽ. സ്വഹാബത്തിന്റെ കയ്യിൽ എത്ര ഒട്ടകാളുള്ളത്? ബദരീങ്ങൾ പോയപ്പോ എത്ര ഒട്ടകാളുള്ളത്? 70 ഒട്ടകം. എത്ര? മറ്റോലെ 700. അതുകൊണ്ട് ബദറിൽ വന്നപ്പോ അബൂജാഹിൽ പറഞ്ഞു, എന്ത് ആരാണ് മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോ ഒരു ചങ്ങ എന്തൊരു ചൊറുക്ക്, ഭയങ്കര ചൊറുക്കുള്ള ആളില്ലേ ആ വരുന്നാൾ. നല്ല കാണാൻ ഭയങ്കര ചൊറുക്കുള്ള ആള്, സൗന്ദര്യമുള്ള ആള്. അത് ആരാ വരുന്നാള്? റസൂലുള്ളാഹിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആരാളുള്ളത്? ഇപ്പൊ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരാൾ ആരാണ്? അയാളെ പേരാണ് ഉസ്കാൻ നാം ഹക്കീം. എന്ത്? ഹക്കീം. അയാളെ പേരാണ് ഹക്കീം. ഹക്കീം ഉണ്ട്. അണ്ടുപോലെ റാവി ഒരു കെണ്ടർ നബിയാരെ ഹൗലുണ്ട്. ജലം മുക്കുവതിനായി അന്ത ഖുറൈശോർ ചിലരും ഖുറൈശി മുശ്രിക്കീങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. ഒപ്പം ഹക്കീമും ഉണ്ട്. ഹക്കീമിനെ കണ്ടപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഹക്കീമല്ലേ വരുന്നത്, മൂപ്പര് വെള്ളം കുടിച്ചോട്ടെ, ഹക്കീം കുടിച്ചോട്ടെ, എന്തെങ്കിലും കാട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. ഹക്കീം വന്നു, കുടിച്ചു. ഒപ്പമുള്ളവരും കുടിച്ചു. അവര് സുഖമായിട്ട് തിരിച്ചുപോയി. പിന്നെയാണ് അബൂജാഹിൽ പറഞ്ഞു, ഞാനാ അബൂജാഹിലിന്റെ കിബറിന്റെ ഊക്കാണത്. അബൂജാഹിലിന്റെ കിബറിന്റെ ഊക്ക അല്ലാന്നുണ്ടെങ്കിൽ ആ കച്ചവട സംഘം മക്കത്ത് എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ 300 ആള് മടങ്ങിപ്പോയിട്ടുണ്ട്. 1250 പേരുണ്ടായിരുന്നല്ലോ ശത്രുക്കൾ. എത്ര ഉണ്ടായിരുന്നു? 1250 ഉണ്ടായിരുന്നു. അതിന് എത്ര പേര് മടങ്ങിപ്പോയി? അവർക്കൊരു സ്ഥലം കിട്ടും ചെയ്യും. നമ്മുടെ അടുത്തേക്ക് പോകുന്നാൽ നല്ല സുഖമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ മുന്നിൽ ഇരുന്നു ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എന്തേ പറഞ്ഞു? നിങ്ങൾ പെരുവഴി അമ്പലത്തിൽ നിന്ന് വരിക? ഏത് അമ്പലത്തിൽ നിന്ന് വന്നാലും വേണ്ടിയില്ല. അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കണേ. അല്ലാഹ് അല്ലേ? നിങ്ങൾ അവിടെ അല്ല ഇപ്പൊ ജോലി? പാടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മളോട് ശൈഖുന പറഞ്ഞതാ. മനസ്സിലായില്ലേ? അതൊക്കെ ശ്രദ്ധിക്കണം എന്നല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? അങ്ങനെ മുശ്രിക്കീങ്ങൾ വന്നപ്പോ, മുശ്രിക്കീങ്ങൾ എന്താ? അബൂജാഹിലിനെ പറ്റിയാണ് നമ്മളെ ചർച്ച. ഇന്നത്തെ വിഷയം അബൂജാഹിലാണ്. അബൂജാഹിൽ പറയാണ്, ലങ്കും ലങ്കും മുഹമ്മദ് ലൈനിൽ ഭയം നോടി കടന്നവനാ എങ്കൾ കൂടൻ ബദറിൽ അണയാവേണം യേശി ദിനം ഇരിക്കാവേണം. കച്ചവട സംഘക്കാര് മക്കത്ത്, മുശ്രിക്കീങ്ങളെ കച്ചവട സംഘക്കാര് മക്കത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ 1250 മുശ്രിക്കീങ്ങളിൽ നിന്ന് എത്ര പേര് മടങ്ങി? 300 പേര് മടങ്ങി. ബാക്കി എത്ര ആളുണ്ട്? 950 ആൾക്കാരുണ്ട്. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഞാൻ മടങ്ങൂല, ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, വലക്കപ്പുണ്ടാക്കാണ് സത്യം, ഞാൻ മടങ്ങൂല. മൂപ്പര് മടങ്ങാൻ എങ്ങനെ പറ്റുമോ? അസ്രായേൽ കാത്തിരിക്കല്ലേ, പിന്നെ മൂപ്പര് മടങ്ങല. അത് ശരി, നല്ല കഥ. അസ്രായേൽ ബദറിൽ കാത്തിരിക്കുന്നുണ്ട്, ആ ടൈമാകാൻ വേണ്ടി കാത്തിരിക്കുക. അസ്രായേൽ അവിടെ കാത്തിരിക്കുക. അപ്പൊ മൂപ്പര് മടങ്ങാൻ പറ്റും? ആ ഖിബ്രനായിരിക്കുന്ന അബൂജഹൽ മടങ്ങിയില്ല. അബൂജഹൽ പറഞ്ഞു, ലങ്കും മുഹമ്മദ് ലൈലിൽ ഭയന്നോടി കടന്നവനാണ്. എങ്കൽ കുടൻ ബദറിൽ അണയാവേണം. നമ്മൾക്ക് ബദർ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് എന്നിട്ട് മുഹമ്മദിന്റെ തലയെടുക്കുക, അബൂബക്കറിന്റെ തലയെടുക്കുക, മക്കത്ത് നിന്നാണ് മദീനത്തേക്ക് പോയ യസ്രിബിക്ക് പോയ ആൾക്കാരെ തലക്കെടുക്കുക, എന്നിട്ടോ 3 ദിവസം അവിടെ താമസിക്കുക, ഒട്ടകത്തിന്റെ ഇറച്ചി പള്ള നിറച്ച് കഴിക്കുക, കുറച്ച് മങ്കുരിനി മേലെ മേമ്പൊടി ചേർക്കുക, എന്നിട്ട് ഇങ്ങനെ മടങ്ങി
വരിക. മനസ്സിലായില്ലേ? ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാതെ മങ്കുരുണി, ഞങ്ങളെ നാട്ടിൽ ഇംഗ്ലീഷിൽ മങ്കുരുണി എന്നാ പറയാ. മങ്കുരുണി കുറച്ച് സേവിക്കാതെ, മേമ്പൊടിയായിട്ട് മങ്കുരുണി സേവിക്കാതെ മടങ്ങൂല. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം എന്ന് പറഞ്ഞ് സംഭവം ശരി തന്നെയാണ്. കാരണം ആയുധങ്ങൾ ആരെ കയ്യിലാണ് കൂടുതലുള്ളത്? ഭൂരിപക്ഷം 3 ഇരട്ടി 4 ഇരട്ടി ആരെ കയ്യിലുള്ളത്? മുശ്രിക്കീങ്ങളുടെ കയ്യിലുള്ളത്. സ്വഹാബത്തിന്റെ കയ്യിൽ എത്ര വാള ആകുള്ളത്? 8 വാള്. അൽഹംദുലില്ലാ, അത് നിങ്ങൾ തന്നെ പറഞ്ഞു. രണ്ടാം സമ്മാനം മൂപ്പർക്ക് തന്നെ. അള്ളാഹു ഒരുപാട് സമ്മാനം സ്വർഗത്തിൽ വെച്ചും വാങ്ങാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അത് കൊടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അല്ലേ? ഉപരി വാങ്ങുമ്പോൾ നമുക്ക് കൊടുത്തൂടെ? അള്ളാഹിനോട് നമ്മൾ ചോദിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഫീഖ് നൽകണേ അള്ളാഹ്. അടവ സയൂഫി 8 ഉണ്ട്, 8 വാളുള്ളത് എന്ന് പറഞ്ഞ സ്വഹാബത്ത് നിരായുധരാണ്, ആയുധങ്ങളില്ല, ഒരുക്കങ്ങളില്ല. അപ്പോഴാണ് അസ്വദ് വന്നത്. അല്ലെ? ആദ്യം ഹക്കീം വെള്ളം കുടിച്ച്, കൂടുള്ളവരും വെള്ളം കുടിച്ച് അവരാണ്ട് പോയി. ഹക്കീം കുടിച്ചോട്ടെ എന്ന് പറയാൻ കാരണം എന്താ? ഹക്കീമിനെ കൊണ്ട് അത്രയും വലിയ ഉപകാരം കിട്ടിയിട്ടുണ്ട്. ആർക്ക്? റസൂലുള്ളാഹിക്ക്. ആരാണ് ഹക്കീം എന്നറിയോ? ഖദീജ ബീവിന്റെ ആങ്ങളയായ ഹുസാമിന്റെ മകനാണ് ഹക്കീം റളിയല്ലാഹു അൻഹു. അവര് അവസാന കാലത്ത് സ്വഹാബിയായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മദീനത്തേക്ക് ഹിജറ വരുന്നതിന്റെ മുമ്പ് 3 കൊല്ലം ഷൈബ് അബൂ താലിബ് എന്ന് പറയുന്ന മലന്റെ മുകളിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. ആ പട്ടിണി കിടന്ന സമയത്ത് പലപ്പോഴും വലിയ കൊട്ടയിൽ ഹുബ്സ് നിറച്ചിട്ട്, ഈത്തപ്പഴം നിറച്ചിട്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ നിറച്ചിട്ട് കൊണ്ടേ കൊടുത്ത ആളാണ് ആര്? ഹക്കീം. ആ ഒരു നന്ദിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്താൽ കണക്കില്ലാത്ത പ്രത്യുപകാരം തിരിച്ചു കിട്ടും. അതല്ലേ? ഒരു സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിയാൽ ചുരുങ്ങിയത് 10 ഉപകാരം ഇങ്ങോട്ട് കിട്ടും. റസൂലുള്ളാഹിന്റെ കെയർ ഓഫ് ആണത്. അതെപ്പോഴാ 10 ഉപകാരം? അത് റമളാൻ അല്ലാത്തപ്പോഴാണ് 10. റമളാനിൽ 10 അല്ല. അതിങ്ങനെ കണക്കില്ലാതെ നോമ്പുള്ളവന്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. കൊല്ലം ജില്ലയിലെ തഴവ നാട്ടുകാരനായ മുഹമ്മദ് കുഞ്ഞി മൗലവി പാടുകയാണ്. അല്ലേ? എന്ത്? അസ്സൗമുലി എന്നാണ് റബ്ബ് പറഞ്ഞത്, അത് തന്നെ മതി. എന്ത് ശ്രേഷ്ഠതയാണത്! ഷഹറുൽ ഉമ്മത്തി ഷഹറുൽ ഖിയാം. അതുപോലെ മറ്റൊരു നാമമാ ഷഹറുസിയാം. പടച്ചവനെ, ഷഹറുസിയാമിതാ വിട പറയുന്നു. ഞങ്ങൾക്ക് ഷഹറുസിയാമിന്റെ റമദാൻ മാസത്തിന്റെ പൊരുത്തം കിട്ടിയ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ വിട പറയുന്ന സമയത്ത്, റമദാൻ വിട പറയുന്ന സമയത്ത് പാപികളായ ഞങ്ങളെ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് റമദാനിന്റെ പൊരുത്തം കിട്ടിയ കൂട്ടക്കാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞ ഹക്കീം വന്നോട്ടെ. കണ്ട് നബി കൂറി. എന്ത്? റസൂലുള്ള പറഞ്ഞു കൂറി ഹക്കീം വേണ്ടി. എനിക്കും വയസ്സനായി, ഞാനും വയസ്സനായി, മൂപ്പരും വയസ്സനായി. അതുകൊണ്ട് മനസ്സിലാവില്ല, രണ്ടാളും വയസ്സന്മാരായില്ലേ. അല്ലാഹു തആല ബറക്കത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. കണ്ട് നബി കൂറി ഹക്കീം എണ്ടി ഒരു പേർ സലിലം. ഹക്കീം എണ്ടി ഒരു പേർ സലിലം നണ്ടുകിൽ കുലക്കുവതിനായി. ഹക്കീം അല്ലാത്ത വേറെ ആര് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാലും ഓന്റെ തല കൊച്ചിക്കും ഉടല് കൊയിലാണ്ടിക്കും അയക്കണം എന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. കൊച്ചി കൊയിലാണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ, നമ്മൾ കേരളക്കാരെ ശൈലിയിൽ പറഞ്ഞ, ഓരോരുത്തർക്ക് മനസ്സിലാകണ മാതിരിയല്ല പറയാം. സ്വർഗത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞു അർളുഹ സമാവാത്തു വല്ല അർളു എന്നാ പറഞ്ഞത്. അത് മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. സ്വർഗത്തിന്റെ വിശാലത ആകാശഭൂമികളെക്കാളും വലുതാണെന്ന്. അങ്ങനൊന്നും അല്ല. പക്ഷെ നമുക്ക് തിരിയാൻ വേണ്ടി നമ്മളെ കണക്കിൽ ആകാശത്തോളം വരുമ്പോൾ നമുക്ക് തിരുന്ന ഭാഷയല്ല എന്ന് പറഞ്ഞ മാതിരി മലയാളികൾക്ക് തിരുന്ന ഒരു ശൈലി ഞാൻ പറഞ്ഞതാ. സ്വർഗത്തിന്റെ വിശാലത ഈ കാണുന്ന ആകാശത്തിന്റെ അത്രയൊന്നുമല്ല. അവിടുന്നൊക്കെ പുറത്തം പെടും. അതിപ്പോ നമുക്ക് തിരിയൂല. അവിടെ എത്തുമ്പോ തിരിയും. അവിടെ എത്താനും തിരിയാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോഴേ തിരിയുള്ളൂ, ഇപ്പൊ തിരിയൂല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം. അപ്പോ ഹക്കീം വന്നു, വെള്ളം കുടിച്ചു, മൂപ്പര് പോയി. അബൂജാഹിൽ പറഞ്ഞു, മൂപ്പര് അണ്ണാക്കാകെ ഉണങ്ങിക്കണേ. ആരെ? ഈ കുരിപ്പിന്റെ, അബൂജാഹിലിന്റെ.
എവിടുന്നാ കുറച്ച് വെള്ളം കിട്ടി ആരാ കൊണ്ടുവരിക? അപ്പോഴാണ് മറ്റേ ചങ്ങായി, നിങ്ങൾ പറഞ്ഞ ചങ്ങായി വന്നത്. ആര്? അസ്വദ് വന്നപ്പോ റസൂലുള്ള അളാപ്പാനോട് പറഞ്ഞു, റസൂലുള്ളാന്റെ അളാപ്പുണ്ട്. ആര്? ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റസൂലുള്ളാന്റെ ഏറ്റവും ചെറിയ അളാപ്പയാണത്. റസൂലുള്ളാന്റെ ബാപ്പാന്റെ വാപ്പാക്ക് എത്ര മക്കളാ? 19 മക്കളാ. അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പാക്ക് എത്ര മക്കളാണ്? 19 മക്കളാണ്. പഠിച്ചു വെച്ചോളി, എത്ര മക്കളാ? 19 മക്കളാ. അതിൽ ഏറ്റവും താഴെയുള്ള ചെറിയ ആളാരാണ്? സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ 2 വയസ്സ് മൂത്ത ആളാണ്. രണ്ടാളും ഒരു ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചിട്ടുണ്ട്. അതേ സമയം ഒരു ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചിട്ടുണ്ട്.